എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ മെറ്റീരിയൽ സയൻസ് ആൻഡ് മെട്രോളജി എന്ന് പറയുന്ന സബ്ജക്റ്റിലെ ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളതിൽ അത്യാവശ്യം വേണ്ട നമുക്കൊരു എക്സാം പോയിൻ്റ് ഓഫ് വ്യൂലൊക്കെ വേണ്ട ടോപ്പിക്സ് എല്ലാം നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമ്മളിനി ഇതിൽ ഒരു ശരിക്കും ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ സ്കിപ്പാക്കിയുള്ള ടോപ്പിക്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ സിലബസ് പോയിൻ്റ് ഓഫ് വ്യൂലൊക്കെ നമ്മൾ ടി ഡയഗ്രാം നോക്കിയിട്ടില്ല. ഓക്കെ, അപ്പോൾ സാധാരണ ഇതിൽ നമുക്ക് ചിലപ്പോഴൊക്കെ ടി ഡയഗ്രാം ചില ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ചോദിച്ചിട്ടുണ്ട്. എന്നാലും നമുക്കതിൻ്റെ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള തിയറി ടോപ്പിക്സിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഓൾറെഡി എന്ത് ചെയ്യുന്നുണ്ട്, ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കായിട്ടുള്ള അയൺ കാർബൺ ഇക്വിലിബ്രിയം ഡയഗ്രാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു മൊഡ്യൂളിൽ തന്നെ 2 വലിയ ഡയഗ്രാം പഠിക്കേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്യുക, നമ്മൾ അയൺ കാർബൺ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കും. അതെന്തായാലും ഉറപ്പിക്കാവുന്ന ആ ഒരു ടോപ്പിക്കുള്ള സ്കോർ എന്തായാലും ഉറപ്പിക്കണം. അതിൻ്റെ കൂടെ നമുക്ക് ചില ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ 2 സെറ്റ് 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതായത് ഒരു സെറ്റ് എന്ന് പറയുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഒരു ക്വസ്റ്റ്യനും അതിൻ്റെ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിട്ട് വേറെ ക്വസ്റ്റ്യനും ചോദിക്കും. ചിലപ്പോൾ അതിലൊന്ന് അയൺ കാർബണും അതിൻ്റെ ഒരു ചോയ്സ് ക്വസ്റ്റ്യൻ ആയിട്ട് ചിലപ്പോൾ ഏതെങ്കിലും തിയറി ടോപ്പിക്സ് ആയിരിക്കും ഉണ്ടായിരിക്കാം. അതേപോലെ തന്നെ നമുക്ക് ഒരു സെറ്റും കൂടി ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അതായത് മൊത്തം നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് 7 മാർക്കിൻ്റെ 14 മാർക്കിന് അറ്റൻഡ് ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ഉണ്ടാകാറുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ഒന്ന് ടി ടി ഡയഗ്രാം ചോദിക്കും. അതുപോലെ തന്നെ അതിൻ്റെ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിട്ട് ഏതെങ്കിലും നമ്മൾ പഠിച്ചിട്ടുള്ള തിയറി ടോപ്പിക്സും ചോദിക്കും. അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, നമുക്ക് സാധാരണ ഇതിൽ പൊതുവേ സമയം കുറവായിരിക്കും പഠിക്കാനുള്ള. അപ്പോൾ നമ്മൾ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് മാക്സിമം നല്ല മാർക്ക് വാങ്ങിക്കാൻ നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. സോ നമ്മൾ ടി ഡയഗ്രാം നമ്മൾ തൽക്കാലം ഈ ഒരു മൊഡ്യൂൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. പകരം നമ്മൾ നമ്മൾ ഓൾറെഡി തിയറി ടോപ്പിക്സും അതുപോലെ തന്നെ അയൺ കാർബൺ ഇക്വിലിബ്രിയം ഡയഗ്രാം പഠിച്ചിട്ടുണ്ട്. നമ്മൾ പഠിക്കാൻ എളുപ്പമുള്ള കാര്യങ്ങൾ പഠിച്ചു പോകുന്നതായിരിക്കും എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ എപ്പോഴും നന്നായിരിക്കും. ഓക്കെ, ടുഡേ അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ്. ഓക്കെ, അപ്പോൾ ഏകദേശം ഒരു 4ഓളം ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ ഒരു 4ഓളം ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ ഫസ്റ്റ് മൊഡ്യൂളിൽ ചോദിച്ചുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ പല കാര്യങ്ങളും നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ ഏതെങ്കിലും ടോപ്പിക്ക് വിട്ട് വേണ്ടി നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോകാം. ഓക്കെ, നമ്മൾ ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ 1. ഓക്കെ, ഫസ്റ്റ് മൊഡ്യൂളിലെ ടോപ്പിക്സാണ്, അല്ലെങ്കിൽ ഫസ്റ്റ് മൊഡ്യൂളിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവും ഏതൊക്കെ ടോപ്പിക്സാണ് നമ്മൾ പഠിക്കേണ്ടത്, അതുപോലെ തന്നെ ഏതൊക്കെ ടോപ്പിക്സാണ് നമ്മൾ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ലാത്ത നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നുണ്ടായിരിക്കും ഏപ്രിൽ 2024, അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതായത് ഏറ്റവും അവസാനം നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, മെറ്റീരിയൽ സയൻസ് ആൻഡ് മെട്രോളജിയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കുന്നത്. അപ്പോൾ അതിൽ നോക്കാം, നമുക്കറിയാവുന്ന പോലെ എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. ഒരു പക്ഷേ ലാറ്ററൽ എൻട്രിക്കാർക്കായിരിക്കും ചിലപ്പോൾ ഒരു മാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻസ് അറിയാതിരിക്കുന്നുണ്ടായിരിക്കും. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. നമുക്ക് 1 മാർക്കിൻ്റെ 10ഓളം ക്വസ്റ്റ്യൻസാണ് ഉണ്ടായിരിക്കുക. 10 ആയിരിക്കില്ല, 9 ക്വസ്റ്റ്യൻസാണ് ഉണ്ടായിരിക്കുക. ഓക്കെ, 1 മാർക്കിൻ്റെ 9 ക്വസ്റ്റ്യൻസാണ് ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ 3 മാർക്കിൻ്റെയാണ് 10 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുക. ഓക്കെ, 3 മാർക്കിൻ്റെ 10 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് 1 മാർക്കിൻ്റെ 9 ക്വസ്റ്റ്യൻ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. മാക്സിമം നമുക്ക് 9 മാർക്ക് കിട്ടും. 3 മാർക്കിൻ്റെ 10 ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമ്മൾ മാക്സിമം നമുക്ക് 3 മാർക്കിൻ്റെ 8 ക്വസ്റ്റ്യൻ്റെ ബെസ്റ്റ് മാർക്ക് മാത്രമേ എടുക്കുകയുള്ളൂ. ഓക്കെ, 3/8 നമുക്ക് മാക്സിമം 24 മാർക്കായിരിക്കും കിട്ടുന്നുണ്ടായിരിക്കും. പിന്നെ നമുക്ക് ഓരോ മൊഡ്യൂളിൽ നിന്നും 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും ഉണ്ടായിരിക്കും. ചില മൊഡ്യൂളിൽ നിന്ന് 14 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും ഉണ്ടാകാറുണ്ട്. ഓക്കെ, അത് നമ്മുടെ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ അനുസരിച്ചാണ് ഉണ്ടാകാറുള്ളത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമുക്ക് ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് പറഞ്ഞ പോലെ തന്നെ ഏപ്രിൽ 2024 ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇവിടെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരിക്കുക ആദ്യത്തെ ഈ ഒരു സെറ്റ് എന്ന് പറഞ്ഞാൽ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ് കേട്ടോ. ഈ കാണുന്ന സെറ്റ് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ്. ഇനി രണ്ടാമത്തെ സെറ്റ് നോക്കുക. സെറ്റിലാകെ ഒരൊറ്റ ക്വസ്റ്റ്യൻ ചോദിച്ചുള്ളൂ. അതായത് 3 മാർക്കിൻ്റെ സെറ്റാണ് കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും. അതായത് ഇത് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. ഇവിടെ കാണുന്ന പോലെ 8x3 ഉണ്ടല്ലേ. മാക്സിമം 10 ക്വസ്റ്റ്യൻ്റെ നമുക്ക് 8 ക്വസ്റ്റ്യൻ്റെ ബെസ്റ്റ് മാർക്സാണ് നമുക്ക് എടുക്കുക. അപ്പോൾ 8x3 നമുക്ക് മാക്സിമം 24 മാർക്സേ കിട്ടുള്ളൂ. 10x3 നമുക്ക് 30 കിട്ടില്ല. ഓക്കെ, അത് മനസ്സിലാക്കുക. അപ്പോൾ 8x3 പറയുമ്പോൾ നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും ആകെ ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് ഒരൊറ്റ ക്വസ്റ്റ്യൻ വെച്ചുള്ളൂ. ഓക്കെ, ഇനി അതേപോലെ 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഇവിടെ 2 സെറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ മൊഡ്യൂളിൽ നിന്നും 6x7 നമുക്ക് മാക്സിമം 42 മാർക്കായിരിക്കും 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്താൽ കിട്ടുന്നുണ്ടായിരിക്കുക.
നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നോക്കാം, ഇതൊരു സെറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതൊരു സെറ്റ് ക്വസ്റ്റ്യൻ, താഴെയുള്ളത് അടുത്ത സെറ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് മാക്സിമം ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് 7 മാർക്കിൻ്റെ മാത്രം നമുക്ക് എന്ത് ചെയ്യാം, 14 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. 3 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ നമുക്ക് ഒരു 3 മാർക്ക് കിട്ടും. 1 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അപ്പോൾ നമുക്ക് 2 മാർക്ക് കിട്ടും. അപ്പോൾ 14 3 17 17 2 19 മാർക്ക്. നോക്കൂ, അപ്പോൾ ആലോചിച്ച് നോക്കുക, നമുക്കറിയാം 75 ആണ് ടോട്ടൽ മാർക്സ് ഉണ്ടായിരിക്കുക. 75-ൽ 19 മാർക്ക് നമുക്കിപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പ്രകാരം 19 മാർക്ക് തന്നെ കിട്ടി. നമുക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും 75-ൽ 30 കിട്ടിയാൽ തന്നെ നമുക്ക് ജസ്റ്റ് പാസ്സാക്കാൻ പറ്റും അല്ലേ. അപ്പോൾ 30-ൽ 19 നമുക്കിവിടെ കിട്ടിയാൽ എന്തായി, വെറും 11 മാർക്ക് കൂടി നമുക്കിനി സ്കോർ ചെയ്യാനുള്ളൂ. അപ്പോൾ നിങ്ങൾ ആ രീതിയിലൊക്കെയാണ് ഒരു എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ പഠിക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക, ആൻ ഇൻഫിനിറ്റ് പീരിയോഡിക് അറേ ഓഫ് പോയിൻറ്റ്സ് ഇൻ എ സ്പേസ് ഈസ് കോൾഡ്. അപ്പോൾ നമ്മളിതൊക്കെ ഫസ്റ്റ് ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്ത ടോപ്പിക്, ഞാൻ വീണ്ടും ഇത് സമയം കളഞ്ഞില്ല ഡിസ്കസ് ചെയ്തിട്ട്. നമുക്ക് ഞാൻ ജസ്റ്റ് ക്വസ്റ്റ്യൻസിന് മാത്രമേ ഞാൻ പരിചയപ്പെടുത്തുന്നുള്ളൂ. ഓക്കെ, നമ്മൾ ഏതെങ്കിലും ടോപ്പിക്ക് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, അത് ഡിസ്കസ് ചെയ്ത് പോവുക. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനൊക്കെ നമുക്ക് ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ആൻസറോട് കൊടുത്തിട്ടുണ്ടായിരിക്കും. ലാറ്റിസ് പോയിൻറ്റ്സ് ആണ്, നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചതാണ് അല്ലേ, MSMൻ്റെ ക്ലാസ്സിൽ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചതാണ് ലാറ്റിസ് പോയിൻറ്റ്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും അല്ലേ. നമ്മൾ ലാറ്റിസ് പോയിൻ്റ് പഠിച്ചിട്ടുണ്ട്, യൂണിറ്റ് സെല്ല് പഠിച്ചിട്ടുണ്ട്, പിന്നെ സ്പേസ് ലാറ്റിസ് പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ ടേംസ് ചെറിയ ചെറിയ ടേംസ് പഠിച്ചിട്ടുണ്ട്. ഞാൻ ആ ക്ലാസ് എടുക്കുമ്പോഴേ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ 1 മാർക്കിന് നിങ്ങൾ പ്രതീക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ലിക്വിഡ് പ്ലസ് സോളിഡ് ഈക്വൽ ടു സോളിഡ് ഈസ് കോൾഡ് ഡാഷ് റിയാക്ഷൻ ഇൻ എ ഫേസ് ഡയഗ്രാം. ഇത് നമ്മുടെ അയൺ കാർബൺ ഇക്വിലിബ്രിയം ഡയഗ്രവുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും, നമ്മൾ അയൺ കാർബൺ ഇക്വിലിബ്രിയം ഡയഗ്രത്തിൽ നമ്മൾ 3 റിയാക്ഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് പെരിറ്ററ്റിക് റിയാക്ഷനും, ഒന്ന് യൂട്ടക്റ്റിക് റിയാക്ഷനും, ഒന്ന് യൂട്ടക്ടോയിഡ് റിയാക്ഷനുമാണ് അല്ലേ. അപ്പോൾ നമുക്ക് ശരിക്കും ആ ഒരു ഡയഗ്രാം ഓർമ്മ ഉണ്ടെങ്കിൽ, ഓക്കെ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഓക്കെ, നമ്മൾ ആ ഒരു അയൺ കാർബൺ ഇക്വിലിബ്രിയം ഡയഗ്രത്തിൽ നമ്മൾ 3 റിയാക്ഷൻസ് പറഞ്ഞു. ഒരു റിയാക്ഷൻ സംഭവിക്കുന്നത് ഇവിടെയാണ് അല്ല, ഈ ഒരു പോയിന്റിലാണ്. ഒരു റിയാക്ഷൻ സംഭവിക്കുന്നത് ഇവിടെയും, ഒരു റിയാക്ഷൻ സംഭവിക്കുന്നത് ഇവിടെയാണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ പേര് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും, ഇത് യൂട്ടക്ടോയിഡ്, ഇത് യൂട്ടക്റ്റിക്, ഇത് പെരിറ്റക്റ്റിക്. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളതാണ്, ലിക്വിഡും സോളിഡും കൂടിച്ചേർന്ന് എന്തായിട്ട് മാറുന്നു, സോളിഡാണ് ആവുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും, നമ്മളിവിടെ മേലെ ലിക്വിഡാണ്, പിന്നെ ഇതിനകത്തുണ്ടോ ഈ കാണുന്ന അവിടെ ലിക്വിഡ് പ്ലസ് ഡെൽറ്റ അയൺ ഉണ്ടായിരിക്കും അല്ലേ. ശരിക്കും അപ്പോൾ എന്താ സംഭവിക്കുന്നത്, എയറോ മാർക്ക് ഇവിടെയാണ് വരുന്നത്. നമ്മൾ റിയാക്ഷൻസ് പഠിച്ചപ്പോൾ എയറോ മാർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ്, താഴേക്ക് ഇവിടെ എത്തും. അതായത് ലിക്വിഡും സോളിഡും ചേർന്ന് എന്താ കിട്ടുന്നത്, ഫൈനലി ഓസ്റ്റനേറ്റ് എന്ന് പറയുന്ന സോളിഡാണ് കിട്ടുന്നത് അല്ലേ. അപ്പോൾ വീണ്ടും നമുക്ക് സോളിഡ് തന്നെയാണ് കിട്ടുന്നത്. അതിൻ്റെ അർത്ഥം അത് പെരിറ്റക്റ്റിക് റിയാക്ഷനാണ്. ഓക്കെ, നമ്മൾ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ ആയിരുന്നല്ലോ അല്ലേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചുള്ളത് ലിക്വിഡ് പ്ലസ് സോളിഡ് ഈക്വൽ ടു നമുക്ക് സോളിഡ് കിട്ടിയതായിരിക്കും പെരിറ്റക്റ്റിക് റിയാക്ഷൻ ആയിരിക്കും അല്ലേ. അപ്പോൾ അത് മനസ്സിലാക്കാൻ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് അവിടെ വീണ്ടും 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാമല്ലോ. കാരണം സെയിം ടോപ്പിക് തന്നെ വീണ്ടും 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാകാനും പ്രതീക്ഷിക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ 3 റിയാക്ഷൻസ് പഠിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ എങ്ങനെ വരിക, ഇവിടെ നോക്കുക അല്ലേ. അപ്പോൾ ഇത് പെരിറ്റക്റ്റിക് നമുക്ക് മനസ്സിലായി, ലിക്വിഡും സോളിഡും ചേർന്ന് സോളിഡ് ആവുന്നു. ഈ റിയാക്ഷൻ എന്തായിരിക്കും വരിക അല്ലേ, അതായത് ലിക്വിഡാണ്. അതായത് ലിക്വിഡ് എന്തായി മാറുന്നു, ലിക്വിഡ് എന്തായിട്ട് മാറുന്നു, നമുക്കറിയാം ഇത് ലിക്വിഡസ് ലൈനും സോളിഡസ് ലൈനും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ താഴേക്കുള്ള മൊത്തം സോളിഡായിട്ടും വരുന്നുണ്ടായിരിക്കാം അല്ലേ. അപ്പോൾ ലിക്വിഡ് സോളിഡായിട്ട് മാറണം. അതായത് നമുക്ക് ഓർമ്മ ഉണ്ടായിരിക്കും, ഇവിടെ ഗാമ ഉണ്ട്, ഇവിടെ ഗാമ പ്ലസ് Fe3C ഉണ്ടായിരിക്കാം അല്ലേ. അപ്പോൾ നമുക്ക് ലിക്വിഡ് എന്തായിട്ട് മാറുന്നു, ഗാമ പ്ലസ് Fe3C അഥവാ സിമെൻ്റ് ആയിട്ട് കിട്ടുന്നു. അതേപോലെ നമുക്ക് യൂട്ടക്ടോയിഡ് റിയാക്ഷൻ ഉണ്ട് ഇവിടെ അല്ലേ. ഇവിടെയാണ് യൂട്ടക്ടോയിഡ് റിയാക്ഷൻ സംഭവിക്കുന്നത്. അതായത് നമുക്കറിയാം സോളിഡ് എന്തായിട്ട് മാറാം അല്ലേ. സോളിഡ് എന്ന് പറയുന്നത് ഓഷനായിട്ട് നമുക്കറിയാം അത് സോളിഡാണ് അല്ലേ. സോളിഡ് എന്തായിട്ട് മാറും, സോളിഡ് നമുക്ക് ഇവിടെ കിട്ടുന്ന എന്താണ്, ഇവിടെ ആൽഫ പ്ലസ് സിമെൻ്റൈറ്റാണ് കിട്ടുക, ആൽഫ പ്ലസ് സിമെൻ്റൈറ്റ്. അപ്പോൾ സോളിഡ് ഗീവ്സ് എന്ത് കിട്ടും, സോളിഡ് ടേൺ ചെയ്യുന്നത് എങ്ങോട്ടാണ് മാറുന്നത്, ആൽഫ അയണും അല്ലെങ്കിൽ ഫെറൈറ്റ് ആയിട്ടും സിമെൻ്റൈറ്റ് ആയിട്ടാണ് മാറുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒന്നെങ്കിൽ ഈ ക്വസ്റ്റ്യനോ ഇവിടുത്തെ റിയാക്ഷനോ ചോദിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ചോദിച്ച പോലെ ഇവിടുത്തെ റിയാക്ഷൻ തന്നെ ചോദിക്കാം, അല്ലെങ്കിൽ ഇവിടുത്തെ യൂട്ടക്റ്റിക് റിയാക്ഷൻ ചോദിക്കാം. അപ്പോൾ 3 വെച്ചാൽ നമുക്ക് അത് എഴുതാൻ പറ്റണം, അല്ലെങ്കിൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ മനസ്സിലാക്കാൻ പറ്റണം. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും നമ്മൾ അയൺ കാർബൺ പഠിക്കുമ്പോൾ ഏത് രീതിയിലാണ് നിങ്ങൾ പഠിക്കേണ്ടതും കൂടി ചിന്തിച്ച് വെക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഈ
ക്വസ്റ്റ്യൻ പേപ്പർ പ്രകാരം നമുക്ക് ഈസി ആയിട്ട് 2 മാർക്ക് ഇവിടുന്ന് സ്കോർ ചെയ്യാൻ പറ്റും അല്ലേ. ഒരു പക്ഷേ ചിലപ്പം ചില ആളുകൾക്ക് ഇത് ഓർമ്മ ഉണ്ടായിരിക്കില്ല, അതിൽ കൺഫ്യൂഷൻസ് വന്നിട്ടുണ്ടായിരിക്കും. പക്ഷേ എന്ത് ചെയ്യുക, ഇപ്പോൾ ക്വസ്റ്റ്യൻ കണ്ട പ്രകാരം നിങ്ങൾ ഇനി എന്ത് ചെയ്യണം, നിങ്ങൾ വീണ്ടും ഒന്നും കൂടി വേണമെങ്കിൽ അയൺ കാർബണിൻ്റെ ടോപ്പിക്ക് കണ്ടു നോക്കുക, അല്ലെങ്കിൽ നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നോട്ട്സ് ഒന്ന് വായിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ ആ 2 മാർക്ക് നമുക്ക് ഓക്കെയാണ്. പിന്നെ 1 മാർക്കിൻ്റെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ് യൂണിറ്റ് സെല്ല് അല്ലെ. 3 മാർക്കിൻ്റെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ് യൂണിറ്റ് സെല്ല് എന്ന് പറഞ്ഞാൽ. അതും നമ്മൾ MSML ക്ലാസ്സിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത കാര്യമാണ് യൂണിറ്റ് സെല്ലൊക്കെ. അതായത് ആ സ്മോളസ്റ്റ് റിപ്പീറ്റിംഗ് യൂണിറ്റാണ് നമ്മളിങ്ങനെ വരച്ച് പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. കുറേ ക്യൂബുകൾ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഫിഗർ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും. അപ്പോൾ അതിലത്തെ ഒറ്റൊരു സെല്ലിനെ നമുക്ക് എന്ത് വിളിക്കാം, ഒരു യൂണിറ്റ് സെല്ലെന്ന് വിളിക്കും. ഇവിടെ നമ്മൾ ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസിനെ കാണിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഓരോ സെല്ലിനും നമുക്ക് അതിൻ്റെ യൂണിറ്റ് സെല്ലെന്ന് വിളിക്കാവുന്നതാണ്. അപ്പോൾ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് വായിച്ച് നോക്കുകയാണെങ്കിൽ ദ സ്മോളസ്റ്റ് റിപ്പീറ്റിംഗ് യൂണിറ്റ് ഓഫ് the crystal lattice is the unit cell, the building block of crystal. The unit cell, which are all identical, are defined in such a way that they fill space without overlapping. A unit cell can either be simple cubic, നമ്മളൊക്കെ പഠിച്ചാണ് ബോഡി സെൻറ്റർഡ് ക്യൂബിക്, ഫേസ് സെൻറ്റർഡ് ക്യൂബിക്, അല്ലെങ്കിൽ നമുക്ക് HCP പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ യൂണിറ്റ് സെൽ എന്ന് പറയുന്നത് ഇതിനൊക്കെ നമുക്ക് എക്സാമ്പിളായിട്ട് പറയാൻ പറ്റും. സിമ്പിൾ ക്യൂബിക്കും BCCയും MCC ഒക്കെ ഇതിൻ്റെ എക്സാമ്പിൾസാണ്. അതായത് സ്മോളസ്റ്റ് റിപ്പീറ്റിംഗ് യൂണിറ്റിനാണ് നമ്മൾ ആ ഒരു യൂണിറ്റ് സെൽ എന്ന് പറയാം. ഓക്കെ, അത് ഞാൻ ആ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ 1 മാർക്കിന് അല്ലെങ്കിൽ 3 മാർക്കിന് പ്രതീക്ഷിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ 3 മാർക്കാണ് ചോദിച്ചുള്ളത്. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇപ്പോൾ 2ഉം 3ഉം 5 മാർക്ക് ഇപ്പോൾ സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇനി ഇവിടെ നോക്കുക, നമുക്ക് 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ, ഡിസ്കസ് അബൌട്ട് ദ പർപ്പസ് ഓഫ് അലോയിങ് ഓഫ് സ്റ്റീൽ. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ആ സ്റ്റീലിൽ നമ്മൾ അലോയ് ആഡ് ചെയ്യുന്നതിൻ്റെ അല്ലെങ്കിൽ അലോയിങ് ചെയ്യുന്നതിനെ കൊണ്ടുള്ള പർപ്പസ് അല്ലെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലേ. ഇപ്പോൾ ജസ്റ്റ് വേണമെങ്കിലും ഒന്ന് റിവൈസ് ചെയ്ത് പോവാം. നമ്മൾ അലോയിങ് എലമെൻറ്റ്സിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് അലോയിങ് ഓഫ് സ്റ്റീൽ കൊണ്ടുള്ള അതിൻ്റെ പർപ്പസുകൾ നോക്കാം. ദ പർപ്പസ് ഓഫ് അലോയിങ് സ്റ്റീൽ ആർ സ്ട്രെങ്തനിങ് ഓഫ് ദ ഫെറൈറ്റ്, അതായത് ഫെറൈറ്റിൻ്റെ സ്ട്രെങ്തനിങ് കൂട്ടാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്കറിയാം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എലമെൻറ്റ്സ് നമ്മൾ ആഡ് ചെയ്യല്ലേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു മാംഗനീസ്, ക്രോമിയം, ടങ്സ്റ്റൺ, വനിഡിയം, അങ്ങനെ പല എലമെൻറ്റ്സാണ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ പല എലമെൻറ്റ്സ് ആഡ് ചെയ്യുമ്പോൾ പല പ്രോപ്പർട്ടീസിലായിരിക്കും വ്യത്യാസങ്ങൾ വരുന്നുണ്ടായിരിക്കും. അപ്പോൾ നമുക്കറിയാം ക്രോമിയൊക്കെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കുന്നത്, അവിടെ കൊറോഷൻ റെസിസ്റ്റൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതുപോലെ ഇവിടെ ഹാർഡനബിലിറ്റി നമുക്ക് ബെറ്റർ ആക്കാൻ അല്ലെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ആ ഒരു ഗ്രെയിൻ സൈസ്, നമ്മൾ ഫൈൻ ഗ്രെയിൻ സൈസ് കീപ്പ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ടായിരിക്കും. പിന്നെ സ്ട്രെങ്ത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കും. അതുപോലെ മെഷീനബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ ടെമ്പറേച്ചറൊക്കെ വിസ്റ്റാൻഡ് ചെയ്യാനുള്ള ഹൈ അല്ലെങ്കിൽ ലോ ടെമ്പറേച്ചർ സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കും. ടെമ്പറേച്ചറിനെ വിസ്റ്റാൻഡ് ചെയ്യാനുള്ള സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കും. പിന്നെ ഡക്റ്റിലിറ്റി, ടഫ്നെസ്, ഇതെല്ലാം നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. നേരത്തെ പറഞ്ഞ പോലെ കൊറോഷൻ അല്ലെങ്കിൽ വെയർ റെസിസ്റ്റൻസ് ഒക്കെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് കോമൺ ആയിട്ട് അലോയിങ് ഓഫ് സ്റ്റീൽസ്. ഇപ്പോൾ സ്റ്റീലിൽ അലോയ് കൊടുക്കുന്നത് മാത്രമല്ല, ഏതൊരു മെറ്റീരിയലും നമ്മൾ ഇതേപോലെ ഡിഫറൻറ്റ് എലമെൻറ്റ്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലത്തെ പല പ്രോപ്പർട്ടീസിലാണ് ചേഞ്ചുകൾ വരുത്താൻ പറ്റും. ഇതിൽ നമുക്ക് ശരിക്കും പറയുകയാണ് ഈസി ആയിട്ട് ഒരു 3 മാർക്കിനോ അല്ലെങ്കിൽ 7 മാർക്കിന് ചോദിക്കുമ്പോൾ നമുക്കൊരു 7 പോയിൻറ്റ്സെങ്കിലും പഠിച്ചു വെക്കാം. നിങ്ങൾക്ക് ഓർക്കാൻ പറ്റുന്ന 7 പോയിൻറ്റ്സ്, അത് എളുപ്പമുള്ള പോയിൻറ്റ്സ് ആണ്. ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിടാം അല്ലേ. ബെറ്റർ വെയർ റെസിസ്റ്റൻസ് നമുക്ക് ഓർക്കാൻ എളുപ്പമാണ്. അതിൻ്റെ കൂടെ തന്നെ ഓർക്കാൻ പറ്റിയൊരു പോയിൻ്റാണ് ഇമ്പ്രൂവ്ഡ് കൊറോഷൻ റെസിസ്റ്റൻസും അല്ലേ. അതായത് നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ ഒരു മെറ്റീരിയൽ ഒരു കൊറോഷൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു അയൺ ആകുമ്പോൾ എന്തായിരിക്കും കൊറോഷൻ സംഭവിക്കും പെട്ടെന്ന് അല്ലേ, റെസ്റ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. എന്നാൽ സ്റ്റീൽ എന്ത് ചെയ്യുന്നില്ല, സാധാരണ റെസ്റ്റ് വരാറില്ല. കാരണം അതിൽ ഇതേപോലത്തെ പല ഇൻഗ്രീഡിയൻസ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റിയ പോയിൻ്റാണ് കൊറോഷൻ റെസിസ്റ്റൻസ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. പിന്നെ വെയർ റെസിസ്റ്റൻസ് അല്ലേ, പെട്ടെന്ന് തേയ്മാനം കുറയ്ക്കാൻ പറ്റും. അതുപോലെ നമുക്ക് ഡക്റ്റിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ ടഫ്നെസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ തന്നെ 4 പോയിൻറ്റ് നമുക്ക് ഓർക്കാൻ പറ്റി അല്ലേ. 4 പോയിൻറ്റ്സ് ഇപ്പോൾ തന്നെ ഈസി ആയിട്ട് ഓർത്താക്കാൻ പറ്റും. അതുപോലെ തന്നെ മെഷീനബിലിറ്റി അല്ലേ. മെഷീനബിലിറ്റി പറഞ്ഞാൽ നമുക്ക് മെഷീൻ ചെയ്യാൻ പല അതിൻ്റെ ഷേപ്പുകൾ മാറ്റാനോ അതിൽ മെറ്റീരിയലിനെ കട്ട് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് അതിൽ ഷേപ്പറിൽ ഉപയോഗിച്ച് അതിൻ്റെ ഷേപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഫോംസിലേക്ക് മാറ്റാനൊക്കെ നമുക്ക് സാധിക്കും. അതുപോലെ സ്ട്രെങ്ത്ത് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ
ടെമ്പറേച്ചറിൽ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ തന്നെ ഏകദേശം ഒരു 3, 6, 7 പോയിൻറ്റ്സായി. അപ്പോൾ സാധാരണ 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരു കൃത്യമായിട്ടുള്ളൊരു 7 പോയിൻറ്റ് നമ്മൾ എഴുതി വെച്ചാൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞ 7 പോയിൻറ്റ്സ് നിങ്ങൾക്ക് ഓർക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ പ്രകാരം നമുക്ക് എന്ത് ചെയ്തു, ഇപ്പോൾ 2 മാർക്ക് കിട്ടി, 3 മാർക്കും നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അല്ല, നമുക്ക് 2 മാർക്കും കിട്ടാൻ ചാൻസ് ഉണ്ട്, 3 മാർക്കും കിട്ടാൻ ചാൻസ് ഉണ്ട്. ഈ ക്വസ്റ്റ്യൻ്റെ 7 മാർക്കും നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ തന്നെ നമുക്ക് 7, 3, 10, 12 മാർക്ക് നമുക്ക് ഏകദേശം വാങ്ങാൻ പറ്റുന്നുള്ളൊരു വിശ്വാസം നിങ്ങൾക്ക് ആയിട്ടുണ്ടായിരിക്കും. ഓക്കെ, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, ഇതിൻ്റെ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിട്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ നീഡ് സ്കെച്ച് എക്സ്പ്ലെയിൻ അയൺ കാർബൺ ഇക്വിലിബ്രിയം ഡയഗ്രം അല്ലേ. നമ്മൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് ഏകദേശം 1 മണിക്കൂറുടെ ക്ലാസ്സാണ് നമ്മളതിൽ ക്ലാസ് മുന്നേ തന്നിട്ടുണ്ടായിരിക്കുക. അതിൽ ഏറ്റവും ഡീറ്റെയിൽ ആയിട്ട് മാക്സിമം കാര്യങ്ങൾ ഏറ്റവും ഈസിയസ്റ്റ് വേ ഓഫ് ടീച്ചിങ്ങിലൂടെയാണ് ആ ഒരു ടോപ്പിക്ക് നമ്മൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഞാൻ ആ ക്ലാസ്സിൽ ഒരുപാട് തവണ പറഞ്ഞ കാര്യമാണ്. അല്ലെങ്കിൽ നമ്മൾ വരച്ച് തന്നെ പഠിക്കണം, നമ്മൾ ജസ്റ്റ് കണ്ടുപോയിട്ട് കാര്യമില്ല. 2-3 തവണയെങ്കിലും വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എല്ലാ കാര്യങ്ങളും ഓർത്ത് വെക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അയൺ കാർബൺ എളുപ്പമാണെങ്കിൽ അത് അറ്റൻഡ് ചെയ്യാം, അഥവാ ഇതാണ് എളുപ്പമെങ്കിൽ ഇത് അറ്റൻഡ് ചെയ്യുക. ചിലപ്പം നിങ്ങൾ എന്തായാലും അയൺ കാർബൺ എന്ത് ചെയ്യണം, ഈ എക്സാമിന് പോകുമ്പോൾ പഠിച്ചോണം. കാരണം ചിലപ്പോൾ അതിൻ്റെ കൂടെ ചോദിക്കും തിയറി ക്വസ്റ്റ്യൻ, ഇതുപോലത്തെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചോളണമെന്നില്ല. അപ്പോൾ എന്തായാലും ഫസ്റ്റ് മോഡലിൽ നിങ്ങൾ MSMൻ്റെ എക്സാമിന് പോകുമ്പോൾ എന്തായാലും ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിട്ട് പോകണം, അല്ലെങ്കിൽ ആ ടോപ്പിക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 2 ക്വസ്റ്റ്യനും നമുക്ക് ഓക്കെയാണ്, ഇതും ഓക്കെയാണ്, ഈ 2 ക്വസ്റ്റ്യൻസും ഓക്കെയാണ്. നമുക്കിനി അടുത്ത സെറ്റ് ക്വസ്റ്റ്യൻസ് നോക്കാം. താഴെയുള്ള 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇലോബറേറ്റ് ഓൺ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആൻഡ് ലിസ്റ്റ് ഇറ്റ്സ് ക്ലാസിഫിക്കേഷൻ. ഓക്കെ, അപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീലിനെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്, അതുപോലെ തന്നെ ക്ലാസിഫിക്കേഷനെ കുറിച്ചും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ കുറച്ച് പോയിൻറ്റ്സ് ഇവിടെ ജസ്റ്റ് വായിച്ച് നോക്കാം. സ്റ്റെയിൻലെസ് സ്റ്റീൽസ് ആർ അയൺ ബേസ്ഡ് അലോയ്സ് ദാറ്റ് കണ്ടെയ്ൻ എ മിനിമം എമൗണ്ട് ഓഫ് അബൌട്ട് 12% ക്രോമിയം. ഇപ്പോൾ ഓർത്ത് വെക്കേണ്ട പോയിൻ്റാണ്, നമ്മുടെ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ക്രോമിയത്തിൻ്റെ അളവ് 12% ആണ്. ഓക്കെ, the amount needed to prevent the formation of rust in unpolluted atmospheres, hence the designation stainless. ഓക്കെ, അപ്പോൾ നമ്മൾ ശരിക്കും ഈ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ക്രോമിയം, അതായത് അയണിൻ്റെ കൂടെ ക്രോമിയം നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അയണിൻ്റെയും ക്രോമിയത്തിൻ്റെയും ഒരു കോമ്പൗണ്ടാണ് നമ്മുടെ സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ക്രോമിയത്തിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ 12% ആണ്. ഇപ്പോൾ നമ്മുടെ ഭാവിയിൽ നമുക്ക് BSc എക്സാംസിലൊക്കെ നമുക്ക് ചിലപ്പോൾ അതിൻ്റെ പെർസെൻറ്റേജ് ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ അയണിൻ്റെ കൂടെ ഏത് എലമെൻറ്റ് ചേർക്കുമ്പോഴാണ് അത് സ്റ്റെയിൻലെസ് സ്റ്റീലായിട്ട് കൺവേർട്ട് ആവുന്നതൊക്കെ നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ ക്വസ്റ്റ്യൻസ് ചോദിക്കാറ് ചാൻസ് ഉള്ളതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു കാരണം കൊണ്ടാണ്, ഓക്കെ, ആ ഒരു റസ്റ്റിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള ആ ഒരു കഴിവിനെ കൊണ്ടാണ് നമ്മളതിനെ സ്റ്റെയിൻലെസ് എന്ന് വിളിക്കാൻ തന്നെ കാരണം. ഓക്കെ, ഫ്യൂ സ്റ്റെയിൻലെസ് സ്റ്റീൽസ് കണ്ടെയ്ൻ മോർ ദാൻ 30% ക്രോമിയം ഓർ ലെസ് ദാൻ 50% അയൺ. ഓക്കെ, അപ്പോൾ ചില സ്റ്റെയിൻലെസ് സ്റ്റീലൊക്കെ എന്തായിരിക്കും 30%-നേക്കാളും ക്രോമിയത്തിൻ്റെ അളവ് ചിലപ്പം കൂടുതൽ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ 50% അയണിനേക്കാളും ചിലപ്പോൾ അളവ് കുറയ്ക്കാറുണ്ട്. ദേ അച്ചീവ് ദെയർ സ്റ്റെയിൻലെസ് ക്യാരക്ടറിസ്റ്റിക്സ് ത്രൂ ദ ഫോർമേഷൻ ഓഫ് ആൻ ഇൻവിസിബിൾ ആൻഡ് അഡറൻറ്റ് ക്രോമിയം റിച്ച് ഓക്സൈഡ് ഫിലിം. അപ്പോൾ ആ ഒരു ക്രോമിയം റിച്ച് ഓക്സൈഡ് ഫിലിമാണ് എന്ത് ചെയ്യുന്നത്, ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള ക്രോമിയം റിച്ച് ഓക്സൈഡ് ഫിലിമാണ് ശരിക്കും അവിടെ ഒരു സ്റ്റെയിൻലെസ് ആയിട്ട് അല്ലെങ്കിൽ ആ റസ്റ്റിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പാളിയായിട്ട് അവിടെ സഹായിക്കുന്നത്. ദിസ് ഓക്സൈഡ് ഫോംസ് ആൻഡ് ഹീൽസ് ഇറ്റ് സെൽഫ് ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ. അപ്പോൾ ഒരു ഓക്സിജൻ്റെ പ്രസൻസോട് കൂടി എന്ത് ചെയ്യും, ആ ഓക്സൈഡ് എന്ത് ചെയ്യും, അതിനെ സ്വയം ഹീൽ ചെയ്യുകയും അതുപോലെ അവിടെ എന്ത് ചെയ്യും, റസ്റ്റിനെ പ്രിവെൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഓർക്കേണ്ട ഒരു 2-3 പോയിൻറ്റ്സേ ഉള്ളൂ, നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വെക്കാം. അതുപോലെ തന്നെ നമുക്കിനി സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ക്ലാസിഫിക്കേഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്റ്റെയിൻലെസ് സ്റ്റീൽസ് ആർ ജനറലി ഗ്രൂപ്പ്ഡ് ഇൻ ടു ഏകദേശം ഒരു 5ഓളം ടൈപ്പ് സ്റ്റെയിൻലെസ് സ്റ്റീൽസ് ആണ് പറയുന്നത്. നോക്കാം. മാർട്ടൻസൈറ്റിക് സ്റ്റെയിൻലെസ് സ്റ്റീൽ, ഫെറൈറ്റിക് സ്റ്റെയിൻലെസ് സ്റ്റീൽ, ഓസ്റ്റനറ്റിക് സ്റ്റെയിൻലെസ് സ്റ്റീൽ, ഡ്യൂപ്ലക്സ് സ്റ്റെയിൻലെസ് സ്റ്റീൽ അഥവാ ഫെറൈറ്റിക് ഓസ്റ്റനറ്റിക് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. അതുപോലെ പ്രസിപ്പിറ്റേഷൻ ഹാർഡനിങ് സ്റ്റെയിൻലെസ് സ്റ്റീൽ. അപ്പോൾ നിങ്ങൾ ശരിക്കും ഒരു 5 പേര് പഠിച്ചു വെക്കുന്നതായിരിക്കും. ചിലപ്പോൾ നമുക്കിനി എക്സാമിനൊക്കെ വേണമെങ്കിൽ ക്ലാസിഫിക്കേഷൻസ് ഓഫ് സ്റ്റെയിൻലെസ് സ്റ്റീലിന് വേണ്ടി മാത്രം ക്വസ്റ്റ്യൻസ് വേണം ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു 3 മാർക്ക് എന്ത് ചെയ്യാം, നമുക്ക് 5 എഴുതി കഴിഞ്ഞാൽ നമുക്ക് 3 മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ 7 മാർക്കിൻ്റെയാണ്. അപ്പോൾ നമുക്കതിൻ്റെ സ്റ്റെയിൻലെസ് സ്റ്റീലിനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ എഴുതി വെക്കുക, ശേഷം എന്ത് ചെയ്യുക, ഈ ക്ലാസിഫിക്കേഷൻ എഴുതി വെക്കുക. അപ്പോൾ നമുക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യാം, മൊത്തം 7 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ നോക്കുമ്പം ഏപ്രിൽ 2024 ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കിയുള്ളത്. അപ്പോൾ ശരിക്കും നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പറയാൻ നമുക്ക് എന്താണ്, ഇതുവരെ നോക്കിയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻസാണ്. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാണ്ട് നമ്മുടെ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ നീഡ് സ്കെച്ച് എക്സ്പ്ലെയിൻ TTT ഡയഗ്രാം. ഇപ്പോൾ ഞാൻ
ക്ലാസ്സിൻ്റെ തുടക്കത്തിലേ പറഞ്ഞു, നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ 2 ഡയഗ്രാം പഠിച്ച് കോംപ്ലിക്കേറ്റ് ആയിട്ട് പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ഉറപ്പായിട്ടും ഏത് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലും നമുക്ക് കാണുന്നൊരു ക്വസ്റ്റ്യനാണ് ഏത്, നമ്മുടെ അയൺ കാർബൺ ഈക്വിലിബ്രിയം ഡയഗ്രം. അപ്പോൾ നിങ്ങൾ ആ ഡയഗ്രാം ഉറപ്പായിട്ടും പഠിക്കാം. ടി ഡയഗ്രം നിങ്ങൾ എന്ത് ചെയ്യുക, സമയം ഉണ്ടെങ്കിൽ മാത്രം പഠിച്ചാൽ മതി, അല്ലെങ്കിൽ അത് അത്ര നിർബന്ധമല്ല. ഇതുപോലെ ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചാൽ തന്നെ എന്ത് ചെയ്യും, നമുക്ക് അതിൻ്റെ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിട്ട് ഇതുപോലത്തെ ഈസി ആയിട്ടുള്ള ഏതെങ്കിലും തിയറി ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഇവിടുത്തെ കേസിൽ നമുക്ക് ഇവിടെ അയൺ കാർബണും ചോദിച്ചിട്ടുണ്ട്, ടിയും ചോദിച്ചിട്ടുണ്ട്. പക്ഷേ രണ്ടിൻ്റെയും ചോയ്സ് ക്വസ്റ്റ്യൻസ് വലിയ കുഴപ്പമില്ലാത്ത ഈസി തിയറി ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു കോൺഫിഡൻസ് ആയിട്ടുണ്ടായിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ. മാക്സിമം നമുക്ക് അല്ലേ ഈ ക്വസ്റ്റ്യൻ ആയാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും, ഇതും ആൻസർ ചെയ്യാൻ പറ്റും, ഇതും ആൻസർ ചെയ്യാൻ പറ്റും, ഇതും ആൻസർ ചെയ്യാൻ പറ്റും. 1 മാർക്ക് 2 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് മാക്സിമം ഇതിൽ ചോദിച്ചിട്ടുള്ള 14, 3, 17, 19 മാർക്ക് തന്നെ നമുക്ക് മാക്സിമം സ്കോർ ചെയ്യാനുള്ളൊരു സാധ്യത ഇവിടെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ തൽക്കാലം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം ഡിസ്കസ് ചെയ്യുന്നു. നമുക്ക് ഇനിയും 2-3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്, നമുക്ക് അത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ തൽക്കാലം നമ്മളിന്ന് ക്ലാസ് വൈൻഡപ്പ് ചെയ്യണം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.